എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഈ മഹാത്യാഗത്തിന് വളരെ സന്തോഷം. പക്ഷേ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട. പിന്നെ നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതൊന്നും തൃച്ചംബരത്ത് ചെലവാവില്ല. ഒരു അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് നന്ദനെ അരവിന്ദനെയും വെറുതെ വിടണം. ഇല്ലെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ അറിയും. ശരിക്കുള്ള സ്വഭാവം എനിക്കറിയാലോ. അതല്ലേ ചെളിക്കുണ്ടിന്ന് കരകയറ്റാൻ ഞാനൊരു ശ്രമം നടത്തിയത്. നിങ്ങൾ ഒരു ശ്രമവും നടത്തണ്ട. ഉപകാരം ചെയ്തില്ലെങ്കിലും എന്റെ അനിയനെയും അനിയത്തെയും ഉപദ്രവിക്കരുത്. തകർന്നു പോകും. പിന്നെ എല്ലാം എളുപ്പത്തിലാവും. പ്രിയങ്കയുടെ ലക്ഷ്യം അതാണ്. കല്യാണി കൂടി ഇല്ലാതെയായാൽ ആനന്ദകൃഷ്ണൻ എന്ന ശക്തി ഇല്ലാതാവും. തൃച്ചംബരത്തിന്റെ തകർച്ച അവിടെ തുടങ്ങും. ശരി സർ, എന്നാ ഞാനങ്ങോട്ട്. ശരി. കുറുപ്പേ, നിങ്ങൾ എന്റെ ആളാണെന്നും നീരജിന്റെ അമ്മാവനല്ലെന്നുമുള്ള കാര്യം മറ്റാരും അറിയാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് മറക്കണ്ട. ശരി സർ. ഓ, തീർച്ചയായും. എത്രയും വേഗം ഗംഗ ആരാണെന്നും അവൾ ഈ തൃച്ചംബരത്ത് വന്നതിന്റെ ലക്ഷ്യം എന്താണെന്നും കണ്ടെത്താം. എന്റെ സ്വപ്നവും ഇഷ്ടവും അത് മാത്രം. നിനക്കാരെയും ബോധപൂർവം ചതിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്റെ ഉള്ളിലെ സങ്കടം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിന്നെപ്പോലെ തന്നെ എന്റെ മനസ്സ് മനസ്സിലാക്കിയ ഒരാൾ കൂടിയുണ്ട്, എന്റെ വലിയ കുഞ്ഞ്. പോട്ടെ ഞാൻ. വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കൂടെയുള്ളപ്പോ ഇത്തരം ചോദ്യങ്ങൾ തന്നെ അനാവശ്യമാണ്. എന്തിനാ അച്ഛാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഈയിടെയായിട്ട് അച്ഛനല്ലേ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? വേദന നിനക്കോ? അത് ഞാൻ കാരണം. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. പഴിചാരുമ്പോ അത് ശരിയാണോ എന്ന് ഒന്നുകൂടി ആലോചിക്കണം. ഉള്ളൊരുക്കിക്കൊണ്ടിരിക്കുക, ചങ്കടിപ്പ് കൂടുക. എന്നെ മക്കളുടെ നന്ദികേട് കൊണ്ട് നീറിപ്പോകുന്ന മാതാപിതാക്കളുടെ ലോകമായത്. 10 മിനിറ്റ് നേരം അവരെ കാണാതിരിക്കുമ്പോഴും ഞാൻ അനുഭവിച്ച മനോവേദനയുണ്ടല്ലോ, അത് മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൽ അല്പമെങ്കിലും നന്മ വേണം. വേണ്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാ നിങ്ങളെ വിഷമിക്കും. നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് എനിക്ക് സങ്കടവും ക്ഷീണമൊന്നുമില്ല. ക്ഷേമം അന്വേഷിച്ചതിന് നന്ദിയുണ്ട്. എന്താ ചേച്ചി? ഒന്നുമില്ല. അച്ഛനെന്തേ? കിടക്ക. അച്ഛന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും നിന്നോട് പറഞ്ഞു പകരാവോ
നമ്മുടെ ലോക അച്ഛനാ. അച്ഛൻ കഴിഞ്ഞേ മറ്റെന്തുള്ളൂ നമുക്ക്. അത് അച്ഛനെന്താ മനസ്സിലാക്കാത്തെ? അച്ഛനെല്ലാം അറിയാൻ ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. നുണകൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. മോളെ, മനുഷ്യന് വേണ്ടത് പണവും പ്രതാപവും മാത്രമല്ല. പണവും പ്രതാപമൊക്കെ വേണം, നമുക്ക് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണല്ലോ. പക്ഷെ എല്ലാത്തിനുപരി നമുക്ക് വേണ്ടത് സമാധാനമാണ്. പലപ്പോഴും നമ്മുടെ സമാധാനം കളയുന്നത് നമ്മൾ തന്നെയാണ്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ആലോചിക്കണം. അപ്പോഴേ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റും. മഹേശ്വരി നന്ദനയുടെ അമ്മയാണ്, ഇവിടുത്തെ ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുന്നതിൽ എനിക്കൊരു പരിധിയില്ലേ. പിന്നെന്ത് പ്രശ്നം? അതല്ലേ സമാധാനം. അമ്മ അങ്ങനെയാണല്ലേ? അതൊക്കെ പോട്ടെ, അത് അവരുടെ ക്യാരക്ടർ. പക്ഷേ അമ്മയ്ക്കുള്ള സ്നേഹം കൊടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. തൃച്ചംബരത്ത് അരവിന്ദകൃഷ്ണന്റെ ഭാര്യയാണ് നീ. ആ പദവിക്ക് പിന്നിൽ ഒരു പ്രതാപമുണ്ട്. ആ പ്രതാപത്തോടൊപ്പം തന്നെ സമ്പത്തുമുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പൊയ്ക്കോ. ശരിയാണല്ലേ? എത്രയുണ്ട്? കുറുപ്പേട്ടൻ പറഞ്ഞ പോലെ തന്നെ 10 ലക്ഷമുണ്ട്. കൊള്ളാം. ഇങ്ങനെയാ തറവാട്ടി പറഞ്ഞവര്. വാക്ക് അതെന്തായാലും അവർ പാലിച്ചിരിക്കും. എനിക്ക് സന്തോഷമായി. ഞാനും ഒരു തറവാട്ടുകാരനാ. കോയിക്കൽ തറവാട്, പേരുകേട്ട തറവാടാ. എന്നാ ഞാൻ ഇറങ്ങുന്നു. ശരി. ദാസേ, കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചല്ല, സത്യമാണ്. പെണ്ണിന് മറ്റൊരാളോട് ബന്ധമുണ്ട്. കുറുപ്പേട്ട, കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിയുടെ അച്ഛനാ ഞാൻ. എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാ എന്റെ വാക്കുകളുടെ മൂർച്ച ഒന്ന് കുറച്ചത്. കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് പോരായിരുന്നു. ഏതായാലും ഞാൻ ഇറങ്ങുന്നു. ചെറുക്കന് വേറെ കല്യാണാലോചനകൾ പലതും വരുന്നുണ്ട്. അവരിത് മാറ്റി ചിന്തിച്ചാൽ ശരിയെന്ന്. അവിടെ ആരാ പുതിയതായിട്ട് വന്നത്? അതെ വലിയ അച്ഛൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പണം പിൻവലിച്ചു. ആ ക്യാഷ് ആർക്കോ കൊടുക്കുന്നതും കണ്ടു. ആർക്ക്? ആരാ അത്? അതാ എനിക്കും അറിയാൻ വയ്യാത്തത്. ഏതായാലും എന്നിൽ നിന്ന് അച്ഛൻ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നു എന്നുള്ളത് ഉറപ്പാ. അച്ഛൻ എന്തെങ്കിലും ആപത്തിൽ ചെന്ന് വീഴുവെന്നാ ഇപ്പൊ എനിക്ക് ഭയം. കല്യാണി, നീ പേടിക്കണ്ട. ഞാനിവിടെ ഇല്ലേ? എന്റെ അമ്മായിയച്ഛൻ ആപത്തിലൊന്നും ചാടാതെ ഞാൻ നോക്കിക്കോളാം. ഞാനേ ദാസേട്ടനൊന്ന് വിളിക്കട്ടെ. വലിയ കുറുപ്പേ, സർ, ഈ പണം കൈമാറുന്നത് ആരും കണ്ടില്ലല്ലോ? ഇല്ല സർ. ഞാൻ അവിടെ ചെല്ലുമ്പോ കല്യാണി ഉണ്ടായിരുന്നു അവിടെ. അവൾ എന്നെ കണ്ടു. ആരാണെന്ന് എന്നോട് ചോദിച്ചു. ദാസിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് അവളെ ഞാൻ ഒഴിവാക്കി. ദാസിന്റെ നിസ്സഹായാവസ്ഥ പ്രതീക്ഷിച്ചാ ഞാൻ അവിടെ പോയത്. പക്ഷെ 10 ലക്ഷം വച്ച് നീട്ടിയപ്പോ ഞാനൊന്ന് അമ്പരന്നു. ഈ തുക കൈമാറുന്ന സമയത്ത് അയാളുടെ കണ്ണുകളിൽ ഒരു ഭയമുണ്ടായിരുന്നു. ഭയം? നീരജുമായുള്ള കല്യാണിയുടെ ഈ കല്യാണവും മുടങ്ങിപ്പോകുമോ എന്ന ഭയമാകാം. 10 ലക്ഷം രൂപ ഏൽപ്പിച്ചു. അതെ, ഇതിൽ തീരുന്നില്ലല്ലോ. ഹലോ ഹലോ പ്രിയങ്കേ, ഹലോ. റേഞ്ച് പോയി.
ഔട്ട് ഓഫ് കവറേജ്. സാർ, അപ്പൊ എന്റെ കാര്യം? എന്ത് കാര്യം? പറഞ്ഞ വാക്കിനൊന്നും ഒരു മാറ്റവുമില്ല. ആനന്ദ് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ പറഞ്ഞ തുക കുറുപ്പിന്റെ കണക്ക് പുസ്തകത്തിൽ എത്തിയിരിക്കും. മനസ്സിലായില്ലേ? കുറുപ്പിന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കുമെന്ന്. ആ, പിന്നെ ഒരു കാര്യം, ഞാൻ ക്ഷമ ചോദിക്കുന്നു. നീ എന്റെ പൊന്നാര ഭാര്യയല്ലേ? നിന്റെ അമ്മ ചെയ്ത തെറ്റ് നീ എന്നോട് മാപ്പ് ചോദിക്കുന്നത് എന്തിനാ? വിവാഹം കഴിഞ്ഞ അമ്മ അച്ഛനൊക്കെ വേറെ, ഭാര്യയും ഭർത്താവും വേറെ. എങ്ങനെയുണ്ട്? ആണോ? ബ്രോ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ പാർട്ട്ണർഷിപ്പാണ് മാരേജ് ലൈഫ്. ഇരുവരും ചെയ്യുന്നത് പരസ്പരം അറിഞ്ഞിരിക്കണം, അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എടീ, നിന്റെ അമ്മയോട് പറയേണ്ടത് നീ തന്നെയാണ്. തൃച്ചംബരത്തെ പ്രശ്നങ്ങളിൽ അവര് വെറുതെ ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ പറയാം അരവിന്ദ്. എന്റെ ഒരു ബുക്ക് പഠിച്ചെടുത്ത് പോയി നോക്കടാ. എന്താടാ? ഞാനൊരു ബുക്ക് എടുക്കാൻ വന്നതാ. നടത്തുന്നു പോ. ചേച്ചി ലീവ് നോക്കുന്നുണ്ട്, എന്താ കുഴപ്പം? അതല്ല ചേച്ചി, അച്ഛൻ എന്തൊക്കെയോ നമ്മളെ നൊളിക്കുന്ന പോലെ. അതെനിക്കും തോന്നിയതാ. അച്ഛൻ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുവെന്ന് എന്റെ പേടി. ആ പേടി എനിക്കും ഉണ്ട് അനിയൻകുട്ട. എന്താ ചെയ്യാ? ചേച്ചി അച്ഛനോട് ചോദിക്കണം. എന്നെ കാണുന്നതേ അച്ഛന് കലിയ എന്ന് വെച്ച് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ അച്ഛനല്ലേ. നീ വാ. ചേച്ചി ഇതെല്ലാം ഒരു ഇവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അതിന് അഖിലയ്ക്ക് താല്പര്യമില്ല, ആത്മാർത്ഥത കാണിക്കില്ലെന്നാണ് അഖിലയുടെ അഭിപ്രായം. അല്ല, ഈ വിവാഹം ചെയ്യാൻ വന്ന എല്ലാ വരന്മാർക്കും നമ്മൾ ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നല്ലോ. വേണം, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യതകൾ നോക്കി ഇന്റർവ്യൂ ചെയ്യാം. ഇപ്പൊ തന്നെ കുറെ വേക്കൻസികൾ കിടപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരോടും ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയാം. അറേഞ്ച്മെന്റിന്റെ കാര്യത്തിൽ ഒരു കുറ്റമോ കുറവോ വരാൻ പാടില്ല. അഖില വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ഒരുക്കി വച്ചിരിക്കണം. ശരി സാർ. അത് വേണ്ട, കൂടെ പോകുന്നതാ നല്ലത്. പോകണം. അമ്മയും മോളും കൂടി ആകുമ്പോൾ ഇത്തരം യാത്രകൾക്ക് ഒരു സുഖവും സന്തോഷവും ഉണ്ടാവും, അല്ലേ രവൻ? പിന്നെ അച്ഛൻ പറയുന്നത് തന്നെ അതിന്റെ ശരി. ഒരു പിക്നിക് മൂടായിക്കോട്ടെ. എന്നാ പിന്നെ പോയി വരും. വാടി. ശരി. ആ, തൃച്ചംബരത്ത് കുറച്ച് ശുദ്ധമായി വിട്ടട്ടെ. പക്ഷേ അതെന്നായാലും അവനറിയണല്ലോ. തൃച്ചംബരത്തെ അധികാരവും അവകാശവും അഖിലാണ്ടേശ്വരിക്കും ആനന്ദകൃഷ്ണനും മാത്രം മതിയോ? അത് അരവിന്ദനും നന്ദനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? ഏതായാലും ഇത് ഒരു നടക്കൊന്നും പോവില്ല. മഹേശ്വരിയെ ഒരു 3 ദിവസത്തേക്കൊക്കെ കോളേജിൽ പറഞ്ഞയക്കാം.
പക്ഷേ ഞാൻ ഇങ്ങ് വരും. തൃച്ചംബരം രണ്ടായി മുറിച്ച് ഒരു ഭാഗം എന്റെ മകളെ ഏൽപ്പിച്ചിട്ടേ മഹേശ്വരി എന്റെ വീട്ടിലേക്ക് മടങ്ങും. എന്റെ പദ്ധതി നടപ്പിലാക്കാൻ എന്തും ഞാൻ ചെയ്യും. എന്തും. അതിന് ആനന്ദിനോടും അരവിന്ദിനോടും കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടെ നിൽക്കണമെന്ന് ചേട്ടനൊന്ന് ഉപദേശിക്കണം. അവർ ഉത്തരവാദിത്വമില്ലാത്ത കുട്ടികളാണെന്ന് ഉല്ലാസിനോട് ആര് പറഞ്ഞു? തൃച്ചംബരത്തെ ഈ കാണുന്ന ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് അവര് രണ്ടുപേരും കൂടെ. ഞാനും അഖിലയും മേൽനോട്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ കുറിച്ചാണോ വിലാസിനി പറയുന്നത്? അതല്ല ശിവരാമേട്ടാ, ആനന്ദിന്റെ മനസ്സ് വേറെയാ. വിലാസിനി, മറ്റുള്ളവരെ തെറ്റായി വ്യാഖ്യാനിക്കുക എന്നുള്ളത് വിലാസിനിയുടെ ശീലവും സ്വഭാവവും ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വിചാരിക്കണ്ട, എന്റെ പ്രിയപ്പെട്ട അനുജന്റെ ഭാര്യയാണെന്ന് കരുതി ഞാൻ എത്ര നാൾ സഹിക്കണം? അതുകൊണ്ട് ദേവി ഇത് ഉപകാരം ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ നോക്കണം. ആ അച്ഛാ, വണ്ടികളൊക്കെ ഏർപ്പാടാക്കി. അതിന് വേറെ വണ്ടികൾ എന്തിനാ? നമ്മുടെ കാറും ബസ്സുകളൊക്കെ പോരെ? മതി. വധൂവരന്മാരെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ കാറുകൾ തന്നെ ഉപയോഗിക്കും. അതിന്റെ എല്ലാ ചുമതല സുബ്ബണ്ണനെ ഏൽപ്പിച്ചിരിക്കുക. ആ, നന്നായി. കൊടുങ്കാറ്റിനൊപ്പം വെള്ളിടിയും ഉണ്ടാവും. തല തെറിച്ചു പോകാതെ സൂക്ഷിച്ചു. തൃച്ചംബരത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാൻ വന്നതാ മഹേശ്വരി. എന്നിട്ട് എന്തായി? ഭൂകമ്പം പോയിട്ട് ഒരു പൊടിക്കാറ്റ് പോലും വീശിയില്ല. കൂടും കുടുക്കയും എടുത്തോണ്ട് ഇറങ്ങിയില്ലേ? അപ്പൊ അതായിരുന്നു ഈ വരവിന്റെ ഉദ്ദേശം. വെറുതെ അല്ല കല്യാണിയൊക്കെ സോപ്പിട്ടങ്ങ് പതപ്പിച്ചത്. ആ അടിയുടെ ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല. അമ്മയ്ക്കും മോക്കും ജ്യൂസിൽ സോപ്പ് പൊടി കലർത്തി കൊടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നതാ. അതിനിടയിൽ നാശങ്ങൾ പോയി കളഞ്ഞു. കൊഴപ്പില്ല, ഇനിയും വരുമല്ലോ. ഗംഗെ, തൃച്ചംബരത്തെ സമ്പത്തും അധികാരവും കാത്തു സൂക്ഷിക്കാനുള്ള ചുമതല എന്നും മൂത്ത മരുമകൾക്കുള്ളതാ. അതായത് ആനന്ദ് താലികെട്ടാൻ പോകുന്ന നിനക്ക്. അത് മഹേശ്വരിക്ക് നന്നായിട്ട് അറിയാം. അതാണ് മഹേശ്വരി കല്യാണത്തിന് മുന്നേ ഷെയർ ആവശ്യപ്പെട്ടു വന്നത്. വിലാസിനിക്ക് തൃച്ചംബരത്തിന്റെ ചെങ്കോലും കിരീടവും കിട്ടിയ പൊളിച്ചെടുക്കി കയ്യിൽ തരും ഞാൻ. ഇത് വിലാസിനിയുടെ വാക്കാ. എനിക്കുണ്ട് അടങ്ങാത്ത ഒരു പക. ഈ ചുവരുകൾക്കുള്ളിൽ വെറും നിഴലായി ഒരു ജന്മം തീർത്തതിന്റെ പക. ഞെട്ടുകൾ വേണ്ട, ചത്തു തൊലയാൻ. അത് ദാസിനെ മാത്രം ആക്കരുത്, അവൾക്കും ആ ചെക്കനും ചേർത്ത് കൊടുക്കണം. കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തതാണെന്ന് എല്ലാവരും വിശ്വസിച്ചോളും. നിന്റെ അച്ഛനെ മാത്രമല്ല, വേണ്ടി വന്നാ നിന്നെയും നിന്റെ ആ തടിയും ചെറുക്കനെയും കൂടി കൊല്ലും ഞാൻ. നീ എന്ത് ചെയ്യോടി? കൊടുക്കാൻറ്റി, അവളുടെ കാരണം ഒന്നുകൂടി കൊടുക്ക. രണ്ടെണ്ണം കൊടുക്കാൻറ്റി.
ക്രിമിനലാ, പക്കാ ക്രിമിനൽ. തന്തയും മോളും കൂടി തട്ടിപ്പിനിറങ്ങിയിരിക്കും. അടുത്തേക്ക് വരേണ്ട കൃഷ്ണ. തൽക്കാലം ഞാൻ അകത്തേക്ക് വരില്ല. അഖിലയുടെ ദൂതനായി മാത്രം വന്നതാണ് ഞാനിപ്പോ. അഖില ആകെ മാറിയിരിക്കുന്നു. രൂപത്തിലും ഭാവത്തിലും ചൈതന്യം കൊണ്ടവൾ വിളങ്ങുന്നു. അറിവും അവബോധവും ഏറിയിരിക്കുന്നു. വിളക്ക് പ്രകാശത്തെ വഹിക്കുന്നത് പോലെ ഒരു വിളക്കായി നിങ്ങളും അവളെ സ്വീകരിക്കണം. അഖില ഉടൻ വരും. നോക്ക്, നിന്റെ ഈ കണ്ണുനീരിന് വില പറയേണ്ടി വരും അവർക്ക്. പറയിപ്പിക്കും ഞാൻ, നിന്റെ വലിയ കുഞ്ഞായി പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇത് മറന്നുകളാ. ജീവിച്ച് മുന്നേറാൻ നമുക്ക് വാശി തോന്നുന്നത് ഇതുപോലുള്ള ശത്രുക്കൾ ഉണ്ടാവുമ്പോഴാ. ഇതിനെ അങ്ങനെ കണ്ടാ മതി. പോട്ടെ, ഞാനും നീയും രണ്ടല്ല, ഒന്നാണെന്ന് കരുതി നടന്നാ പിന്നെ കരയില്ല. കരഞ്ഞാലൊട്ട് കണ്ണീരും വരില്ല. അങ്ങനെ കണ്ടിട്ടുള്ളൂ ദാസേട്ടനെ. അതിന് നിന്റെ വിവരണം കേട്ടാ അയാൾക്ക് എന്തോ പത്മഭൂഷൺ കിട്ടിയതുപോലുണ്ടല്ലോ. എന്താണെന്ന് വെച്ച കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്ക്. ഇവിടെ നടന്ന കാര്യം അമ്മ അറിയുമ്പോ പത്മഭൂഷൺ അല്ല, ഭാരതരത്ന കിട്ടും ഇളയമയ്ക്ക്, മരണാനന്തര ബഹുമതിയായിട്ട്. ആ മനുഷ്യൻ നിങ്ങളോട് എന്ത് തെറ്റാ ഇളയമ ചെയ്തത്? അയാളെ കൊല്ലാൻ ആ ഗംഗയുമായി ചേർന്ന് ഗുളിയെ മാറ്റി കൊടുക്കത്തക്ക രീതിയിൽ ക്രൂരയാണോ നിങ്ങൾ? ഇതെന്തൊരു കൂത്ത്! നിന്റെ ഭാവം കണ്ടു കഴിഞ്ഞാ അയാള് നിന്റെ അമ്മായിയച്ഛനാണെന്ന് തോന്നുമല്ലോ. മഴയിന്ന് മാറി നിൽക്കുന്നു. നിങ്ങൾക്കില്ലേ ഇളയമ ഒരു പെൺകുട്ടി? ഈ പാപങ്ങളൊക്കെ നിങ്ങൾ ഏത് ജന്മത്തിൽ കഴുകി തീർക്കും? ഇത് അമ്മ അറിയുന്ന നിമിഷം നിങ്ങൾ ഈ തൃച്ചംബരത്തുനിന്ന് പുറത്താക്കാതെ ഓർത്തോ? ആനന്ദേ, നിന്റെ അമ്മയ്ക്ക് എല്ലാത്തിലും വലുത് തൃച്ചംബരത്തിന്റെ അന്തസ്സ. നീ ഒരു അടുക്കളക്കാരിയെ തൃച്ചംബരത്തെ മൂത്ത മരുമകളാക്കാതിരിക്കാനാ ഞാൻ ഈ ഗുളിക മാറ്റിക്കൊടുത്തതെന്ന് പറഞ്ഞാൽ എന്നെ ഒരിക്കലും പുറത്താക്കില്ല തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അത് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. വശം കൊടുക്കൂ. അതിനുശേഷം കല്യാണിയോട് ദാസേട്ടൻ സംസാരിച്ചിട്ടേ ഇല്ല. വിഷഗുളിക കൊടുത്തത് സ്വന്തം മകളാണെന്ന് ദാസേട്ടൻ തീർത്തും വിശ്വസിച്ചിരിക്കുക. അതങ്ങനെ സ്വന്തം മകളെ പോലും വിശ്വാസമില്ല. ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നേ അച്ഛൻ പറയുന്നത് എത്ര സത്യം എന്നറിയോ? ചുരുക്കി പറഞ്ഞ കല്യാണിക്ക് ഇവിടെയില്ല സമാധാനം. അതെ, അതാ എന്റെ ടെൻഷൻ. എന്റെ ബ്രോ, അതിന് ബ്രോ ടെൻഷൻ അടിക്കണ്ട. ഇക്കാര്യത്തിലെ ഞാനോ ബ്രോയോ കല്യാണിയോ എന്ത് പറഞ്ഞാലും ദാസേട്ടൻ വിശ്വസിക്കില്ല. പിന്നെ എന്ത്? ഉറപ്പ് അച്ഛൻ പറയും. ദേ, അച്ഛന്റെ മനസ്സ് എന്നേക്കാൾ കൂടുതൽ ബ്രോയ്ക്ക് അറിയാലോ. കല്യാണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അച്ഛൻ തീർച്ചയായിട്ടും അതിന് സമ്മതിക്കും. ഒന്നുമില്ലെങ്കിൽ അച്ഛന്റെ ജീവൻ രക്ഷയുള്ളല്ലേ കല്യാണി. അതേ ബ്രോ, അല്ലായിരുന്നെങ്കിൽ എന്നേ കല്യാണി തൃച്ചംബരത്തിന് പുറത്താവുമായിരുന്നു. അത് ബ്രോയ്ക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെന്ന അച്ഛനോട് സത്യങ്ങളൊക്കെ അങ്ങോട്ട് പറ. ചെല്ല്. ഇതെന്ത്? ചെല്ല് ബ്രോ, ഒന്നും ആലോചിക്കല്ലോ, ചെല്ല്. നടന്ന കോലാഹലത്തിന്റെ കാരണം എന്താണെന്ന് അച്ഛൻ അറിഞ്ഞോ? ഇളയച്ചനെ കണ്ടപ്പോ അവിടെ നടന്നതിനെ കുറിച്ച് ചോദിക്കാനും സംസാരിക്കാനും മറന്നുപോയി. സത്യത്തിൽ കല്യാണിയും വിലാസിനും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ദാസേട്ടനെ ഗുളിക മാറ്റി കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചത് ഇളയമയും ഗംഗയും കൂടിയാണെന്ന് കല്യാണി അറിഞ്ഞു. ദാസിന് വിലാസിന് ഗംഗയും കൂടെ കൊല്ലാൻ ശ്രമിച്ചെന്ന്? നോ, നെവർ. എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കണം, അതാണ് സത്യം. നിന്നോട് ഇതാര് പറഞ്ഞു? ഇളയമയും ഗംഗയും കൂടി സംസാരിക്കുന്നത് കല്യാണി കേട്ടു. അതിന്റെ വഴക്കായി നടന്നത്.
അച്ഛനും വഴക്കിന് സാക്ഷിയായിരുന്നല്ലോ. ഈ വിലാസിനിക്ക് എന്താ? എന്നാലും ദാസേട്ടൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് അച്ഛൻ പറയണം. അച്ഛനോ അമ്മയോ അല്ലാതെ ഈ ലോകത്ത് മറ്റാര് പറഞ്ഞാലും ദാസേട്ടൻ വിശ്വസിക്കില്ല. ദാസും മക്കളും നമുക്ക് അന്യരല്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പരിഹരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മാത്രമല്ല, പ്രതി തൃച്ചംബരത്തെ അംഗമായി പോയില്ലേ? നീ പറഞ്ഞത് ശരിയാ. ദാസിനെ ഏറ്റവും വേദനിപ്പിച്ചു. പുതിയത് വല്ലതൊക്കെ ആലോചിച്ചെടുക്കേണ്ടി വരും. ശരി, ഞാൻ പ്രിയങ്കയെ വരുത്താൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, വരുത്തണം. അഖിലേച്ചി വന്ന് എല്ലാവരും ഒരുമിച്ച് നമ്മുടെ നേരെ തിരിയുന്ന ഒരു സമയം വന്നേക്കാം. അപ്പോ നേർക്ക് നേർ യുദ്ധം ചെയ്യാൻ ഒരാൾ വേണം. അത് പ്രിയങ്കയെ കൊണ്ടേ പറ്റൂ. ദേ, ഗത്യന്തരം ഇല്ലെങ്കിൽ അറ്റ കൈ ഞാൻ പ്രയോഗിക്കും. അവളെ ഞാൻ അങ്ങ് കൊല്ലും, ആ കല്യാണിയെ. അയ്യോ സാറോ, അയ്യോ സാറോ, സാറെന്താ ഇവിടെ ടൂസിലൊക്കെ? അതെന്താ ദാസേ, എനിക്ക് ദാസ് താമസിക്കുന്ന വീട്ടിൽ വന്നൂടെ? അതല്ല, ഒന്ന് ഫോൺ ചെയ്തെങ്കിൽ ഞാൻ തൃച്ചംബരത്ത് വരുമായിരുന്നല്ലോ. എനിക്ക് ദാസിനോട് സ്വസ്ഥവും സമാധാനമായിട്ടൊന്ന് സംസാരിക്കണം. അതിന് ഈ വീടാ സൗകര്യം. എന്നാ അകത്തേക്ക് ഇരുന്നാട്ടെ. വേണ്ട ദാസേ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. ദാസിന്റെ ടെൻഷനൊക്കെ മാറിയോ? എന്റെ ടെൻഷൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ സാറേ. കളങ്കമില്ലാത്തവനാ ദാസ്. കാട് കയറി ചിന്തിക്കും. അതാണ് ദാസിന്റെ കുഴപ്പം. ഞാൻ പറയും ദാസേ, ദാസിനോട് ഒത്തിരി കാര്യങ്ങളിൽ ബഹുമാനമുള്ള ആളാണ് ഞാൻ. എന്റെ അകല കുറച്ചു ദിവസങ്ങളായി വീട്ടിലില്ലാത്തപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഏകാന്തത അത് സഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചിട്ടും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച ദാസിന്റെ ആ മനസ്സ് അത് കാണാതെ വയ്യ. അതിനെനിക്ക് കിട്ടിയല്ലോ സാറേ. മകളാദ്യമേ തന്നു പ്രതിഫലം, മകൻ പ്രതിഫലം തരാൻ വളരുന്നു. സാറേ, സാറ് വളരെ വലിയ മനുഷ്യനാണ്. പക്ഷേ എന്റെ മനസ്സ് സാറിന് മനസ്സിലാവുന്നില്ല. ഒരിക്കലും ക്ലാവ് പിടിക്കാത്ത മനസ്സിന്റെ ഉടമയാണ് ദാസയാവ്. ദാസിന് വിഷമം തോന്നിയെങ്കിൽ വിട്ടേക്ക്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാനെന്തു മനുഷ്യനാ ദാസൻ? വാക്കുപോലും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് അവള് നടന്നതെന്ന് ഈ അച്ഛൻ അറിഞ്ഞില്ല. എന്റെ കുഞ്ഞിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചതുമില്ല. മഹാഭാവിയാണ്. മാപ്പ്, മാപ്പ്. ഈശ്വരന്മാരെ, എവിടെ പോയി തൊഴുതാൽ എന്റെ പാപം തീരും? ഏതഗ്നിയിൽ പോയി ദഹിച്ചാൽ എനിക്ക് പാപമോക്ഷം കിട്ടും? എന്നെ വിലപ്പെടുത്തമ്മേ, എന്റെ വിളി നീ കേട്ടു. എന്റെ അച്ഛനെ നീ എനിക്ക് തിരികെ തന്നു. അച്ഛാ, എനിക്കിനി മരിച്ചാലും മതി. മോളെ, അത് പഴയ
പഴയ ബന്ധങ്ങളെ തകർക്കുന്നതല്ല എന്ന് ഉറപ്പ് വേണം. ബന്ധങ്ങൾ കണ്ണാടി പോലെയാണ്. പൊട്ടിയാൽ പിന്നീട് ഒരിക്കലും ചേർത്ത് വെക്കാനാകില്ല. ഇനി അഥവാ ചേർത്ത് വെച്ചാൽ തന്നെ പഴയ ഭംഗിയുണ്ടാവില്ല. വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ദാസ് പാവമാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സാധു. മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ അതിർവരമ്പ് തീർത്ത മനുഷ്യൻ. കല്യാണിയും അനിയൻകുട്ടനും അടങ്ങിയ ചെറിയ ലോകവും ചെറിയ മനസ്സുമാണ് അയാളുടെ. ഒന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിരിക്കും. അയ്യോ, എന്റെ ബ്രോയും അങ്ങനെ തന്നെയാ. മോഹിച്ചത് മാത്രമേ നേടിയെടുക്കുള്ളൂ. കല്യാണി അല്ല, ഇപ്പൊ കല്യാണിയെ കണ്ടിട്ട് എന്തിനാണാവോ? കല്യാണി മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫ്. അറിയാം. തൃച്ചംബരത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്നറിയാം. ഇക്ക് കണ്ടത് കല്യാണിയാ. അറിയാം. ഒരു കാലത്ത് അവൾ അരവിന്ദിന്റെ പ്രിയപ്പെട്ടവളാണെന്ന് കേട്ടിട്ടുണ്ട്. ഒന്നുകൂടി കേട്ടോ നീ. കല്യാണി പോലൊരു പെണ്ണാവണമെങ്കിൽ നീ ഇനിയും ഒരുപാട് ജന്മങ്ങൾ ജനിച്ച് മരിക്കേണ്ടിയിരിക്കും. എന്നാലും നിനക്കത് സാധിച്ചു എന്ന് വരില്ല കേട്ടോ. ചെയ്തു കൂട്ടിയത്. അയ്യോ പാവം, ഒന്നും അറിഞ്ഞൂടാത്ത പോലുള്ള അവളുടെ നോട്ടം കണ്ടില്ലേ? എടി, സ്വന്തം തന്തയെ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കിയവളുമാര് വിളിച്ചാലൊന്നും ദൈവങ്ങള് വിളി കേൾക്കില്ല, പ്രസാദിക്കില്ല. നിക്കടി. നിക്കാൻ. എന്തായിരുന്നു കരഞ്ഞു വിളിച്ചുള്ള നിന്റെ പ്രാർത്ഥന? ദൈവമേ, അടുക്കളക്കാരിയായ എന്നെ അരമനയിലെ കെട്ടിലമ്മ ആക്കണേന്നായിരുന്നോ? എന്റെ കണ്ണുനീരിനെ ഒരു ചിരി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇന്നാ അതിനൊരു ശമനം ഉണ്ടായത്. ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ? വായടക്കടി. നിന്ന് പ്രസംഗിക്കുന്നോ നീ? ദേ, നിന്റെ ഉള്ളിലിരിപ്പും ഉദ്ദേശവും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിനക്കും അറിയാം. പക്ഷേ ഈ ജന്മം അത് നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. നടത്തില്ല ഞാൻ. വേണ്ടി വന്നാ നിന്നെ കൊന്നൊഴിവാക്കാനും മടിക്കില്ല ഈ വിലാസിനി. ഓൻ അത്ര മോശക്കാരിയല്ല കല്യാണി. എന്നെ എന്ത് ചെയ്താലും ഞാൻ സഹിക്കും, ക്ഷമിക്കും. അതെന്റെ വിധിയാണെന്ന് ഓർത്ത് സ്വയം സമാധാനിക്കും. പക്ഷേ എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴ്ത്തിയ കൊന്നുകളയും നിങ്ങളെ. അങ്ങനെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്നാ ഞാനിപ്പോ പ്രാർത്ഥിച്ചത്. അച്ഛനാ ഈ കല്യാണിയുടെ ലോകം. ജീവന് കൊതിയുണ്ടെങ്കിൽ ഇനി അതിന് ശ്രമിക്കരുത്.